അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്ന രാംലല്ല വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ പുറത്ത്. ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹമാണിത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ആർക്കെ, ഈ വിഗ്രഹത്തിന്റെ ഇന്നലെ മൂടിക്കൊണ്ടാണ് നഗരപ്രദർശനം ഉൾപ്പെടെ നടത്തിയത്. അതിനുശേഷം ഈ ചിത്രങ്ങൾ അത് ഔദ്യോഗികമായി പുറത്തുവിട്ടതാണോ അതല്ലാതെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് പുറത്തു വന്നതാണോ? മുഖപടം മാറ്റിയ ശ്രീരാമന്റെ ബാലരൂപം രാംലല്ല, പുതിയ രാംലല്ലയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള പുതിയ ഇപ്പോഴത്തെ സ്ഥിതി വിവരിക്കുന്ന വീഡിയോയും പുറത്ത് വന്നിട്ടുണ്ട്. ഇത് ട്രസ്റ്റ് ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള പൂജകൾക്ക് തുടക്കമായി. ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നതിന് മുൻപായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള അഗ്നിസ്ഥാപനം അടക്കമുള്ള ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. നൂറുകണക്കിന് സന്യാസി വര്യരാണ് ആ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തത്. ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പൂജകൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഹവനം അടക്കമുള്ള ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ഈ പഴയ ക്ഷേത്രത്തിന്റെ, അതായത് താൽക്കാലിക രാമക്ഷേത്രത്തിലെ ദർശനം അവസാനിക്കുകയാണ്. രാംലല്ലയുടെ അവിടെയുള്ള രാംലല്ല നാളെയോടുകൂടി ഗർഭഗൃഹത്തിലേക്ക് തന്നെ കൊണ്ടുവരും. ഈ രാംലല്ലയും ഗർഭഗൃഹത്തിൽ, പുതിയ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ തന്നെയാകും ഇനി ഉണ്ടാവുക. ഉത്സവമടക്കമുള്ള ചടങ്ങുകളിൽ പുറത്തേക്ക് എഴുന്നള്ളിക്കാനാണ് ഇനി ഈ രാംലല്ല ഉപയോഗിക്കുക. ഇത് ട്രസ്റ്റ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് നാളെ അടക്കമുള്ള ദിവസങ്ങളിൽ കൂടുതൽ സന്യാസി വര്യർ പങ്കെടുക്കുന്ന പൂജകളിലേക്കാണ് പോകുന്നത്. 22-ാം തീയതി വരെ നീളുന്ന വിധത്തിലുള്ള പൂജകളാണ് നടക്കുന്നത്. ആർക്കെ, ഇതോടൊപ്പം തന്നെ നേതാക്കൾ, BJP-യുടെ സംസ്ഥാന നേതൃത്വമൊക്കെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യോഗങ്ങളൊക്കെ ചേരുന്നുണ്ടായിരുന്നു. അപ്പം മറ്റ് ക്ഷണിക്കപ്പെട്ട ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ, ദേശീയ നേതാക്കളടക്കം? ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരുക്കങ്ങളും ഒപ്പം സുരക്ഷാ കാര്യങ്ങളുമാണ് വിലയിരുത്തുന്നത് എന്ന് പറയുന്നെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളും അനുബന്ധമായിട്ട് നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. പ്രത്യേകിച്ച് BJP-യുടെ സംസ്ഥാന നേതൃയോഗം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അയോധ്യയിൽ നടന്ന് വരികയായിരുന്നു. BJP-യുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി അടക്കമുള്ളവർ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇത്. ക്ഷണിക്കപ്പെട്ടിട്ടുള്ളവർ ഓരോരുത്തരായിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ നാളെ അടക്കമുള്ള ദിവസങ്ങളിലാണ് എത്തുന്നത്. അയോധ്യയിൽ ഇന്നു മുതൽ ഈ സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിയന്ത്രണങ്ങൾ കർശനമാവുകയാണ്. അയോധ്യയിലേക്ക് കടത്തിവിടുന്ന ആളുകളെ കടത്തിവിടുന്നത് അടക്കമുള്ള നടപടികൾക്കാകും ഇന്ന് മുതൽ വിലക്കും നിയന്ത്രണവും ഉണ്ടാവുക. ട്രെയിൻ ഗതാഗതം ഇനി 23-ാം തീയതി വരെ ഉണ്ടാകില്ല. മാത്രമല്ല, ഇവിടേക്ക് വരുന്നത് ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാണ് നാളെ മുതലുള്ള ദിവസങ്ങളിൽ. മാധ്യമങ്ങൾക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രമേ ഇവിടേക്ക് പ്രവേശനം ഉണ്ടാകൂ എന്നതടക്കം ഇതിനകം ട്രസ്റ്റ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോകുൽ, ശരി. ആർക്ക്, ഏതായാലും അയോധ്യ ഒരുങ്ങുകയാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനായി. ഏതായാലും അവിടെ രാമക്ഷേത്രത്തിൽ ഇന്നലെ അവിടെ പ്രതിഷ്ഠാ ചടങ്ങല്ല, ഇന്നലെ അവിടെ എത്തിച്ച രാംലല്ല വിഗ്രഹത്തിന്റെ ചിത്രമാണ്, അതിന്റെ മുഖം ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നു. ആ ചിത്രങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ BJP-ക്കും RSS-നും എന്ത് അധികാരമെന്ന് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള. എല്ലാവരുടെയുമാണ് ശ്രീരാമൻ. രാമക്ഷേത്രം സന്ദർശിക്കാൻ ക്ഷണം ആവശ്യമുണ്ടോ എന്നും ഉംറയ്ക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടാണോ പോകുന്നതെന്നും ഫാറൂഖ് അബ്ദുള്ള ചോദിച്ചു. क्या राम सिर्फ उस मंदिर में बसता है? क्या राम का और कोई घर नहीं है? यहाँ जो राम के मंदिर हैं वो क्या बेकार के लोग हैं, मंदिर हैं? राम हर जगह पे है. वो उस जगह पे भी है जहाँ मंदिर नहीं है, क्योंकि वो विश्व का राम है, वो एक तबके का राम नहीं है. ये बात याद रखिएगा. ये जो फैला रहे हैं हिंदू हिंदू हिंदू, वो गलत है. ये अपनी पुस्तकें नहीं जानते हैं. राम विश्व का राम है, याद रखिएगा. रशिया में कोई मंदिर है मगर राम वहाँ भी है. हर जगह राम है. ബൽറാം തെരങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം,
ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പല നേതാക്കൾക്കും ക്ഷണം ലഭിച്ചു. അവരെല്ലാവരും തന്നെ ആ ക്ഷണം നിരസിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തു. പക്ഷേ RSSനും BJPക്കും ആരാണ് ഇതിന് അധികാരം നൽകിയതെന്ന ഒരു രൂക്ഷമായ ചോദ്യം, ആ ചോദ്യം ഉന്നയിക്കാൻ ഇപ്പോൾ ഫാറൂഖ് അബ്ദുള്ളയിലെ ആദ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായും ഗോകുൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിന് ക്ഷണിച്ചതും ക്ഷണിക്കാത്തതും പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദേശീയ രാഷ്ട്രീയം. അതിനിടെയാണ് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള ഇത്തരത്തിൽ ഒരു ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൽ മാത്രമാണോ രാമൻ ഉള്ളത്? എല്ലായിടത്തും രാമനുണ്ട്. രാജ്യത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും, എല്ലാ രാമക്ഷേത്രങ്ങളിലും രാമനുണ്ട്. ഒപ്പം തന്നെ ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള ചടങ്ങിനായി ക്ഷണിക്കാൻ BJPക്കും RSSനും എന്ത് അധികാരമാണ് ഉള്ളത് എന്നും അവരുടേത് മാത്രമാണോ ഈ ക്ഷേത്രം എന്നുമാണ് ഫാറൂഖ് അബ്ദുള്ള ഉന്നയിക്കുന്ന ചോദ്യം. രാമൻ എല്ലായിടത്തുമുണ്ട്, അതുപോലെ തന്നെ എല്ലാവരുടേതുമാണ് രാമൻ. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഒരു വിഭാഗത്തിൻ്റേത് മാത്രമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അത് ശരിയല്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രാമക്ഷേത്രം സന്ദർശിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രം സന്ദർശിക്കണമെങ്കിൽ ആരുടെയും ക്ഷണം ആവശ്യമില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അതിന് ഉദാഹരണമായി അദ്ദേഹം എടുത്ത് കാണിക്കുന്നത് തനിക്ക് ഉംറ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ക്ഷണിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത്തരത്തിൽ ഭക്തർക്ക് ആവശ്യമെങ്കിൽ അവർ സ്വയം ഈ ചടങ്ങിനായി എത്തും. അതിന് പ്രത്യേക ക്ഷണം രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഭാഗത്തു നിന്നും ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ശരി ബൽറാം, ഏതായാലും ഫാറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നാണ് RSSന്റെയും BJPയുടെയും അതോറിറ്റി, അത് എന്താണ് രാമക്ഷേത്രത്തിൽ അവർക്കുള്ള അതോറിറ്റി എന്ന ചോദ്യം ആദ്യമായി വരുന്നത് ഫാറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നാണ്. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിനെതിരെ CPIM അവധി പ്രഖ്യാപനം ഭരണഘടനാ വിരുദ്ധമെന്നാണ് വിമർശനം. ഭരണകൂടം മതത്തിന്റെ നിറമില്ലാത്തതായിരിക്കണമെന്ന സുപ്രീം കോടതി മാർഗനിർദ്ദേശം നിലനിൽക്കുന്നുണ്ടെന്നും CPIM വ്യക്തമാക്കി. പ്രതിഷ്ഠാ ദിനത്തിൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന് കേരള BJP ഇന്നലെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണല്ലോ CPM കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. ഗോകുൽ, ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠാ ദിനത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന ആവശ്യം BJP എല്ലാ സംസ്ഥാനങ്ങളിലും ഉന്നയിക്കുന്നുണ്ട്. ബംഗാളിൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് പശ്ചിമബംഗാൾ BJP അധ്യക്ഷൻ മമതാ ബാനർജിക്ക് കത്തയച്ചിട്ടുണ്ട്. അതിൽ പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. സമാനമായി കേരളത്തിലും ഉന്നയിക്കപ്പെട്ടിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാകട്ടെ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗുജറാത്തിൽ ഒരു മുഴുവൻ ദിവസം അവധി, രാജസ്ഥാനിൽ ഉച്ചയ്ക്ക് 2:30 വരെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു ഇത് സംബന്ധിച്ച്. ഉച്ചയ്ക്ക് 2:30 വരെ സർക്കാർ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ് ഈ തീരുമാനം. എന്നാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കിയാണ് CPM പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് തന്നെ എതിരാണ് ഈ തീരുമാനം എന്നും ഈ സർക്കാരുകൾക്ക്, ഭരണകൂടങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തിന്റെ നിറം പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം നിലവിലുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവധി നൽകരുത് എന്നുമാണ്, അതായത് ക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠയുടെ പേരിൽ അവധി ഇത്തരത്തിൽ നൽകരുത് എന്നുമാണ് CPMന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ശരി, ബൽറാം പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് സിറോ മലബാർ സഭ സിനഡ് സർക്കുലർ വായിക്കില്ലെന്ന് അതിരൂപത സംരക്ഷണ സമിതി. ഞായറാഴ്ച പള്ളികളിൽ സർക്കുലർ വായിക്കണമെന്നായിരുന്നു നിർദ്ദേശം. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചാണ് സിനഡ് തീരുമാനമെന്നും വൈദികരുടെ യോഗം കുറ്റപ്പെടുത്തി. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, വീണ്ടും അങ്ങനെ കുർബാനയുടെ കാര്യത്തിൽ ഒരു കൊമ്പുകോർക്കലിന് ഒരുങ്ങുകയാണോ ഈ വൈദികരും ഒപ്പം തന്നെ സഭാ നേതൃത്വവും തമ്മിൽ? അതേ വഴിയിലേക്ക് തന്നെയാണ് ഗോകുലിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ വീണ്ടും നീളുന്നത്. ഏറ്റവും പ്രധാനമായി ഈ വൈദിക സമിതിയും അതിരൂപത സംരക്ഷണ സമിതിയും ഒക്കെ പറയുന്നത് ഈ വത്തിക്കാനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിലൊരു സർക്കുലർ സിനഡ് പുറത്തിറക്കിയത് എന്നുള്ളതാണ്. അതായത് വത്തിക്കാൻ പ്രതിനിധികളടക്കം ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ഇവിടെ വലിയ പ്രശ്നമാണ്, അതായത് ഈ ഏകീകൃത കുർബാന അർപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള സംഘർഷം നടക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ വത്തിക്കാനെ അറിയിച്ച് തെറ്റിദ്ധാരണയോടൊരു സർക്കുലർ പുറത്തിറക്കാനുള്ള അനുമതി വാങ്ങുകയാണ് എന്നുള്ളതാണ് ഈ വൈദിക സമിതി അടക്കം പറയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി കലൂരിൽ ചേർന്ന വൈദിക സമിതിയാണ് ഞായറാഴ്ച ഈ സർക്കുലർ പള്ളികളിൽ വായിക്കേണ്ട
എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് സിനഡ് ഇത്തരത്തിൽ കർശന നിർദ്ദേശം നൽകിയത്. ഞായറാഴ്ച കുർബാനയിൽ പള്ളിയിൽ കർശനമായി ഈ സർക്കുലർ വായിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു അത്. എന്തായാലും അത് നടത്തില്ല, അത് വായിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് വൈദിക സമിതി എത്തുന്നത്. എന്തായാലും ഞായറാഴ്ചത്തെ കുർബാന വളരെ നിർണായകമാണ്. ഈ കുർബാന തർക്കത്തിൽ ഏറ്റവും നിർണായകമായൊരു സർക്കുലർ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം സിനഡ് ഇറക്കിയത്. അത് നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ ഏതു തരത്തിലേക്ക് ഇനി തർക്കങ്ങൾ നീളുമെന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും ഞായറാഴ്ച ഇത് വായിക്കില്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അശ്വിനി, ഇക്കാര്യത്തിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ചുമതല ഏൽക്കുമ്പോൾ എല്ലാവരുമായി ചർച്ച നടത്തും, ആ കാര്യങ്ങളിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചുമതല ഏൽക്കുന്ന സമയത്ത് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് സ്വീകരിച്ച നിലപാടും പ്രസ്താവനകളും അത് സിനഡ് തീരുമാനം അല്ലെങ്കിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കും, മാർപ്പാപ്പയുടെ നിർദ്ദേശം അതുപോലെ നടപ്പിലാക്കും, അതിൽ വിട്ടുവീഴ്ചയില്ല എന്നൊരു കർശനമായ നിലപാടിലേക്ക് പോകുന്നു. ഈ അൽമായ മുന്നേറ്റവും വൈദിക സമിതിയും ഒക്കെ ഒരു ചർച്ചയുടെ സാഹചര്യം പ്രതീക്ഷിച്ചിരുന്നു. ഈ ഉറച്ചൊരു നിലപാടിൽ എങ്ങനെ മേജർ ആർച്ച് ബിഷപ്പ് നിൽക്കുന്നത് അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. അത് അൽമായ മുന്നേറ്റം അടക്കമുള്ള, അതായത് സിനഡ് കുർബാനയെ എതിർക്കുന്ന വിഭാഗം ഒന്നടങ്കം ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പിൽ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. ഈ ചർച്ചയ്ക്ക് ആർച്ച് ബിഷപ്പ് തയ്യാറാകുമെന്നുള്ളൊരു പ്രതീക്ഷ അന്ന് ഈ ചുമതല ഏറ്റെടുത്ത ദിവസം തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായിരുന്നു. വരും ദിവസങ്ങളിൽ അതിനുള്ള ഒരു സാധ്യത തേടുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ തന്നെ ഒപ്പ് കണ്ടത്. അത്തരത്തിൽ ഒരു സർക്കുലർ ഇറക്കിയപ്പോൾ തന്നെ ഈ മേജർ ആർച്ച് ബിഷപ്പിനോടുള്ള സർവ്വ പിന്തുണയും ഈ അൽമായ മുന്നേറ്റം അടക്കമുള്ള സിനഡ് കുർബാനയെ എതിർക്കുന്ന വിഭാഗം പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് വൈദിക സമിതിയിൽ പോലും മാർ റാഫേ തട്ടിലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രസ്താവനയിൽ പോലും ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, അതായത് വിശ്വാസികളുടെ കയ്യടി നേടാൻ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു എന്നടക്കമുള്ള രൂക്ഷ വിമർശനം റാഫേൽ തട്ടിലിനെതിരെ ഉണ്ടായിരുന്നു. എന്തായാലും അത് ഇനിയിപ്പോൾ വലിയ തോതിലുള്ള വിമർശനങ്ങളിലേക്കും നേരിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്കും നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇനി ഞായറാഴ്ച പള്ളികളിൽ, പ്രധാനപ്പെട്ട പള്ളികളിൽ ഈ അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതെങ്കിലും തരത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള ശ്രമം ഏതെങ്കിലും പള്ളികളിൽ ഉണ്ടായാൽ അവിടെ സമാനതയില്ലാത്ത രീതിയിലുള്ള എതിർപ്പ്, പ്രതിരോധം തീർക്കുമെന്ന് തന്നെയാണ് ഈ സർക്കുലറിലൂടെ അൽമായ മുന്നേറ്റവും വൈദിക സമിതിയും ഒക്കെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരി അശ്വിനി, ഏതായാലും സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കത്തിന് അയവില്ല. അത് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയേൽക്കുമ്പോൾ പോലും ആ ഏകീകൃത കുർബാന നടപ്പിലാക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് അൽമായ മുന്നേറ്റവും വൈദിക സമിതിയും. എക്സാലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നത് BJP നിർദ്ദേശപ്രകാരം, മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ BJP അജണ്ടയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ LDFിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ കണ്ടിട്ട് രാഷ്ട്രീയ നീക്കമുണ്ട്, അജണ്ടയുണ്ട്. അത് BJPയുടെ അജണ്ടയാണ്. ആ BJP അജണ്ടയ്ക്ക് വേണ്ടി പലപ്പോഴും കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളും രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട്. മോദിക്കും കൂട്ടുകാർക്കും താല്പര്യമുള്ളവരെ കണ്ടാൽ അങ്ങടത്തി വിളിക്കും. അവർക്ക് ആരെയാണ് വേട്ടയാടേണ്ടത് അവർക്ക് നേരെ അവരെ കരുതി വിടും, എത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് വലിയ പ്രാധാന്യം ഇപ്പോൾ കൽപ്പിക്കേണ്ടതില്ല. തൃശൂരിൽ VS സുനിൽകുമാറിനായുള്ള സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം തള്ളി ബിനോയ് വിശ്വം. സോഷ്യൽ മീഡിയ അല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. വിജയം ഉറപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ CPI തീരുമാനിക്കും. മോദിയുടേത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്നും ബിനോയ് വിശ്വം. എല്ലാവർക്കും അറിയാമല്ലോ, തൃശ്ശൂർ സീറ്റ് CPIയുടെ LDF സ്ഥാനാർത്ഥി ജയിക്കും എന്നുറപ്പുള്ള സീറ്റാണ്. ആ ജയിക്കും. സ്ഥാനാർത്ഥിയെ യഥാസമയത്ത് LDF പ്രഖ്യാപിക്കും. അജവാർഡിൽ നിൽക്കുന്നതിലും LDF സ്ഥാനാർത്ഥി തൃശ്ശൂർ ജയിക്കും. സോഷ്യൽ മീഡിയ അല്ല CPIയുടെ നിർവഹിക്കുന്നത്. CPIയുടെ സ്ഥാനാർത്ഥിയെ CPI LDF പ്രഖ്യാപിക്കും. LDFിന്റെ വിജയം ഉറപ്പാക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി ഉണ്ടാകും. ആ സ്ഥാനാർത്ഥി മത്സരിക്കും. ആ സ്ഥാനാർത്ഥി ജയിക്കും. വിശദാംശങ്ങളുമായി സജോ ദേവസ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, ഈ വിഷയത്തിൽ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പേര് കൂടി ROC റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുമ്പോഴും അവിടെ ഒരുമിച്ചൊരു പ്രതിരോധം, അതിൽ CPI CPM-നൊപ്പം നിൽക്കുന്നു, LDF ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്ന സൂചനയല്ലേ വരുന്നത്? ഗോകുൽ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സാധാരണഗതിയിൽ പലപ്പോഴും CPI എതിർശബ്ദങ്ങളും വിമർശനങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അത് ഏതായാലും ഇക്കാര്യത്തിൽ ഇല്ല. ROC റിപ്പോർട്ടിന്റെ കാര്യത്തിൽ അത് രാഷ്ട്രീയമായ വേട്ടയാടലാണ് എന്ന നിലപാട് CPI സ്വീകരിക്കുന്നത് തന്നെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. കേന്ദ്ര ഏജൻസികളെല്ലാം പ്രവർത്തിക്കുന്നത് BJP നിർദ്ദേശപ്രകാരം തന്നെയാണ്.
അതുകൊണ്ട് അതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയാണ്. മറ്റേതെങ്കിലും നിലയ്ക്ക് പരോക്ഷമായ ഒരു വിമർശനത്തിനോ കുറ്റപ്പെടുത്തലിനോ പോലും CPI തയ്യാറാകുന്നില്ല. ROC റിപ്പോർട്ട് ഉൾപ്പെടെ പൊതുവിൽ മുഖ്യമന്ത്രി നേരിടുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇവയെല്ലാം ഏതായാലും പൂർണ്ണമായും തള്ളുകയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി. കേന്ദ്ര ഏജൻസികൾ ഏതെല്ലാം നിലയ്ക്ക് പ്രവർത്തിക്കും എന്ന് അറിയാവുന്നതല്ലേ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. ഒപ്പം ഈ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള ചർച്ചകളുമൊക്കെ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. അവിടെ BJPയുടെ പ്രതീക്ഷ എന്നത് അല്ലെങ്കിൽ മോദിയുടെ പ്രതീക്ഷ, മോദി മണിപ്പൂരിൽ പോകുന്നില്ല, പകരം പലതവണയായി കേരളത്തിൽ തന്നെ എത്തി. അത് മോദിയുടെ പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ഒപ്പം അവിടെ സുനിൽകുമാറിന് വേണ്ടിയുള്ള ഒരു മുറവിളി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശക്തമായി നടക്കുന്നുണ്ട്. അതിനെയും CPI സംസ്ഥാന സെക്രട്ടറി ഏതെങ്കിലും നിലയ്ക്ക് അതിനോടൊപ്പം നിൽക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല. പകരം CPI തീരുമാനം ആര് സ്ഥാനാർത്ഥിയാകുമെന്നതൊക്കെ CPI തീരുമാനിക്കും. അത് സോഷ്യൽ മീഡിയയിൽ അക്കാര്യത്തിലൊക്കെ പിന്നീട് തീരുമാനങ്ങൾ ഉണ്ടാകും. ഏതായാലും അവിടെ LDFന് വലിയ വിജയസാധ്യതയുണ്ട്. ശരി സജോ, ഏതായാലും മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള ഈ പറഞ്ഞ ROC റിപ്പോർട്ടിലെ പരാമർശങ്ങളിലൊക്കെയും പ്രതിരോധം തീർക്കാൻ CPIM-നൊപ്പമുണ്ട്. LDF ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്ന സൂചന. ഒപ്പം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വരുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ചല്ല സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന പറയുമ്പോഴും ഒരു കടുത്ത എതിർപ്പോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മലപ്പുറം ചങ്ങരംകുളത്ത് ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. മൂക്കുതല കണ്ണേങ്കാവ് ഉത്സവത്തിനിടെയാണ് ആനയിടഞ്ഞത്. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ ആനയെ തളയ്ക്കാനായിട്ടുണ്ടോ? ആനയെ ഇപ്പോൾ തളച്ചിട്ടുണ്ട്. ഏത് ആനയാണ് ഇടഞ്ഞത് എന്ന കാര്യത്തിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഉത്സവത്തിൽ 5 ആനകളാണ് ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ജനസാഗരം ഈ ചങ്ങരകുളം മൂക്കുതല കണ്ണേങ്കാവ് ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി ക്ഷേത്രത്തിനകത്തേക്ക് ഈ ആനകൾ പൂരം പ്രവേശിക്കുന്ന ഒരു സമയമാണ്. ഇതിനിടയിലാണ് ക്ഷേത്രത്തിനകത്തേക്ക് ഈ ഉത്സവം പ്രവേശിക്കുന്ന സമയത്താണ് ഈ ആന ഇടയുന്നൊരു സാഹചര്യം ഉണ്ടായത്. നിരവധി ആളുകൾക്ക് പരിക്കുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആനയെ പോലീസും നാട്ടുകാരൊക്കെ ഇടപെട്ട് തളച്ചിട്ടുണ്ട്. ആനയെ അമ്പലപ്പറമ്പിൽ തന്നെയാണ് തളച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആനയെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് ഗോകുൽ. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ചങ്ങരംകുളം കണ്ണേങ്കാവിലാണ് ഉത്സവത്തിനിടെ ആനയടഞ്ഞത്. ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആനയെ ഇപ്പോൾ തളയ്ക്കാനായിട്ടുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ എതിർപ്പുമായി കോൺഗ്രസ്. രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതതല സമിതിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കത്തയച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിന് എതിരെന്നാണ് കോൺഗ്രസ് നിലപാട്. നിതിൻ അഭിജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, ലോക്സഭ അസംബ്ലി ഇലക്ഷനുകൾക്കപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി ഒരുമിച്ച് നടത്തുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ആലോചനകൾ പോകുന്നത്. കോൺഗ്രസ് ഉന്നയിക്കുന്ന തടസ്സങ്ങൾ, വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഗോകുൽ, രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നടപടിയിലേക്ക് വേഗത്തിൽ തന്നെ ഉന്നതതല സമിതി നീക്കം നടത്തുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ എതിർപ്പറിയിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഉന്നതതല സമിതിക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. നീക്കം ഭരണഘടനയും അതോടൊപ്പം തന്നെ പാർലമെന്ററി ജനാധിപത്യത്തെയും അട്ടിമറിക്കുന്നതാണെന്നും പാർലമെന്റ് സംവിധാനമുള്ള രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പിന് അടിസ്ഥാനമില്ലെന്നും കോൺഗ്രസ് ഇപ്പോൾ നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ സർക്കാരുകളെ പിരിച്ചുവിടാൻ കേന്ദ്രത്തിന് അധികാരമില്ല എന്നാണ് ഇപ്പോൾ ഈ കത്തിൽ ഉന്നതതല സമിതിക്ക് അയച്ച കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ ഒരു നീക്കത്തിന് എതിർപ്പുമായി രംഗത്തുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ ഇപ്പോൾ കത്തയച്ച് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പൊതുജനാഭിപ്രായമെല്ലാം തന്നെ നേരത്തെ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ പൊതുജനാഭിപ്രായങ്ങൾ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രത്യേകം പാർട്ടികളുടെ അടക്കം നിലപാട് നേരത്തെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് സമിതി തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ 2029 ലോക്സഭ അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി ഒരുമിച്ച് ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ആലോചനകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള. അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.